Now, you are a proud, self-confessing kafir, a disbeliever and a Zionist and a genocide apologist. You have that intelligence. I'm a proud Zionist. We are not threatening them with violence. We're not insulting them with words they don't claim already. He's a kafir, self-confessingly. I'm calling him a kafir because he's a kafir, right? He's an ex-Muslim. He's a Zionist. He's a BJP sympathizer. Surah 4. Surah 4. Listen, just listen to this. Listen to this. Surah 4, verse 23. Verse 23. I want you to hear this verse. No. നുണകളിലൂടെ തീവ്ര ഇസ്ലാമിക വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആരിഫ് ഹുസൈൻ എന്ന യുക്തിവാദി ലണ്ടനിൽ വെച്ച് ഒരു പച്ച നുണ പറയുകയാണ്. ഖുർആനിൽ സ്വന്തം മകളുടെ കൂടെ കിടപ്പറ പങ്കിടാം എന്ന് പറയുന്ന ആയത്ത് ഉണ്ട് എന്ന് കടുത്ത നുണക്കഥ ഒരു ആക്ഷേപമായി ലണ്ടൻ സ്പീക്കേഴ്സ് കോർണറിൽ വെച്ച് അദ്ദേഹം നടത്തുകയാണ്. സ്വന്തം യൂട്യൂബ് ചാനലിൽ ഇരുന്ന് ചോദ്യത്തിന് മറുചോദ്യമുണ്ടാകാത്ത അവസരം ഒരുക്കിക്കൊണ്ട് പടച്ചുവിടുന്ന നുണകളും ആക്ഷേപങ്ങളും വിദ്വേഷങ്ങളും പോലെ പബ്ലിക്കിന് മുൻപിൽ പറഞ്ഞു നോക്കിയതാണ് ആരിഫ് ഹുസൈൻ. എന്നാൽ ഖുർആൻ വിഷയത്തിൽ അറിവുകളുള്ള അദ്നാൻ റാഷിദ്, ഹാഷിം എന്നീ രണ്ട് യൂറോപ്യന്മാർ ഈ നുണ കയ്യോടെ പിടികൂടുകയാണ്. താങ്കൾ പറഞ്ഞ ഖുർആനിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ആ ആയത്ത് കാണിക്കൂ എന്നായി അവർ. ഈ ആയത്ത് കണ്ടുപിടിക്കാൻ തൻ്റെ ഫോണിൽ 15 മിനിറ്റോളം സമയമാണ് ആരിഫ് ഹുസൈൻ തിരച്ചിൽ നടത്തിയത്. ഇവരാണെങ്കിലോ ആരിഫ് ഹുസൈനെ പോവാതെ തടഞ്ഞു വെക്കുകയും ചെയ്തു. ഉത്തരം മുട്ടിയപ്പോൾ അവസാനം ആരിഫ് ഹുസൈൻ പറഞ്ഞു, ഫോണിൽ നെറ്റ് കിട്ടുന്നില്ല എന്ന്. എങ്കിൽ എൻ്റെ ഫോൺ എടുത്തോളൂ, നെറ്റും ChatGPTയും ഒക്കെ ഉണ്ടെന്നായി അദ്നാൻ. അതിനും കഴിയാതിരുന്ന ആരിഫ് ഹുസൈൻ അവസാനം ഞാൻ ഓൺലൈനിൽ നിങ്ങൾക്ക് മറുപടി പറയാം, ഓൺലൈനിൽ ഇടാം, ഇപ്പോൾ എന്നെ പോകാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞ് ഇളിഭ്യനായതാണ് നമ്മൾ കണ്ടത്. ആരിഫ് ഹുസൈൻ്റെ നുണക്കഥ കയ്യോടെ പൊക്കിയപ്പോൾ ആ ജനക്കൂട്ടത്തിൽ നിന്നും ഇളിഭ്യനായി ഓടി ഒളിക്കുന്ന ആരിഫ് ഹുസൈനെയാണ് പിന്നീട് കണ്ടത്. ശേഷം അദ്നാൻ റാഷിദും ഹാഷിമും പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഇന്ത്യക്കാരെ, ഇതാ ഈ നുണയൻ ഇവിടെ കുടുങ്ങിയിരിക്കുകയാണ്. ഇവൻ ഓൺലൈനിൽ വിവരമില്ലാത്തവരോട് കള്ളങ്ങൾ പറയുന്നത് പോലെയാണെന്ന് കരുതിയാണ് ഇവിടെ ലണ്ടനിൽ സ്പീക്കേഴ്സ് കോർണറിൽ വന്നത്. പക്ഷേ അവന് പിഴച്ചു. ഇവൻ ആദ്യമായിട്ടായിരിക്കും ഇസ്ലാമിനെക്കുറിച്ച് ധാരണയുള്ള ആളുകളുടെ മുന്നിൽ ചെന്നുപെടുന്നത്. ഇതുപോലൊരു അനുഭവം ഇവന് മുൻപുണ്ടാവില്ല. അതുകൊണ്ട് ഇന്ത്യക്കാരെ, ഇവൻ BJPയിൽ നിന്നും സയനിസ്റ്റുകളിൽ നിന്നും പണം വാങ്ങി ആളുകൾക്കിടയിൽ വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കാൻ നോക്കുന്ന നുണയനാണ്. അറിവുള്ളവരുടെ മുന്നിൽപ്പെട്ടപ്പോൾ ഇവൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടു. അതുകൊണ്ട് ഇവനെപ്പോലുള്ളവരെ ഓടിക്കുക. ഇവിടെ നിന്ന് ഓടിയതുപോലെ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. Sorry, 2 minutes. I'm not going to interrupt you. Guys, he's answering. Can you stop him? He's answering. At that point, I asked you a second question. That is, if that is the case, what lets you marry 1 minute 30 child seconds in Islam? And you just made a statement that is false in Islam. That's what you said. So why? We have the verses in Quran itself which says, and even in Say other, what? in other fiqh, 1 minute 20 seconds. you can marry your own child if that girl is born out of wedlock. Why you can do that in Islam? Brilliant. Brilliant. No problem. That's his time. Now my 2 minutes. My 2 minutes without interruption. First of all, he did not give an answer why sleeping with one's mother is wrong. He keeps saying science says that. Science doesn't say anything about sleeping with one's mother. Science has nothing to say with sleeping with one's mother. Science simply says if you sleep with a human being, another human being, this will happen. That will happen. So why wait. It doesn't. I didn't interrupt you. It doesn't say why it's wrong or why it's right. It doesn't say that. So science is not his defense. He has no answer. The conclusion is he has no answer. Second point he raised: your Quran says you can sleep with your child. If the your Quran, wait. You when you marry, you sleep. Do you have a wife? No, Do you have a wife? Do you have a wife? Do you sleep with her? Do you sleep with her? Okay, clearly you sleep with your wife, right? If you're married. So he claimed the Quran says you can marry your child, right? I want him to now, if you are fair, everyone listening, I want him to pull out the ayah from the Quran, the verse where it says you can marry your child. If he does not pull that out, then know that this guy is not only a lame Zionist, a lame BJP apologist, he's a liar also, like the BJP propagandists and all the Zionist scumbags. He's a liar.
He's a liar who's lying upon our faith because they can do nothing but lie. And today is his exposure day. All the Muslims of India, spread this. This is janazah for this guy who claims things online, and when he's faced with challenges, he has nothing. He's going to pull out the ayah from the Quran now and time up. 1 second, you don't run away. No, it's time. May time up. It's your time. I'm taking the words. Wait a Yeah. second. Start his time. 2 minutes. No, just Let's see what he When you make a claim, you should have the verse on your fingertips. You should know the verse. He has to look at his notes. one second. Forgets. Start his time. Started already, yeah? Your time. 1 minute. No. It's not. Left. Wait. Let me take the words, then you can start the time. Okay. Now I knew I didn't want to debate. He doesn't. Like, This is why these people don't want to debate. They know when faced with Muslims who study their faith, 1 minute, 10 they have seconds left. nothing but embarrassment. He doesn't even know science. He doesn't know philosophy. He doesn't know why he's ex-Muslim. He doesn't even know anything about Islam because he claimed the Quran says you can marry your child. I want that verse. The Quran saying you can marry your child. I want that verse now. 30 seconds left. Or apologize to all the Indian Muslims. All the Indian Muslims in India, you have been demonizing and dehumanizing. Apologize to them. Say, I'm sorry. Oh Muslims, I'm a fool, I'm an idiot, I'm a Zionist, that's why I'm an idiot. I'm sorry. Okay, your time is up. Yeah. Adnan, your time now. You got it, yeah. It's my time. It's your time now. It's Your my is time. up. You have to. Now my time. Clearly, ladies and Like a gentlemen, Muslim, memorize it. ladies and gentlemen, there is no verse in the Quran that says you can marry your child. ChatGPT now. So, no, guys, are you here to help me or are you here to cause problems? I hope he's not paying you. Okay, don't help him. Let him find it. If you, It's your time, Adnan. if you make noise, you're helping him. Adnan, it's your time. Yeah. So ask him So, another question. ladies and gentlemen, he does not have this verse because this verse does not exist. We know the Quran. It's not there. These are liars. When they say they're ex-Muslim, they want money from the BJP government, they want money from the Zionists, and they want visits, tours to Israel so that they can be given platform to talk to ignorant fools. Right? Now we are talking. Show me the verse or you will apologize like a gentleman if you want. You're a kafir, and not every kafir is fully evil. Okay? There are kuffar who have principles. I hope you are one of those kuffar who has principles. Now my question is, if a person you cannot prove can sleep with his mother, then why would we follow what you are following? Why would we follow when you have no moral values to offer? When you have nothing to offer in return? You're saying you're ex-Muslim, I'm a kafir, I'm a proud Zionist, I'm a proud BJP, you're proud everything. But ഇതേ അവസ്ഥ മറ്റൊരു യുക്തിവാദിക്കും ഉണ്ടായിരുന്നു. ഖുർആനിലെ ചില ആയത്തുകൾ നീക്കം ചെയ്യാൻ കോടതിയുടെ നിർദ്ദേശമുണ്ടായി എന്നായിരുന്നു രാഹുൽ ഈശ്വറുമായുള്ള ഒരു സംവാദത്തിനിടെ ഒരു യുക്തിവാദി ഉന്നയിച്ചത്. എന്നാൽ അത്തരം ആവശ്യവുമായി വന്ന ആൾക്ക് കോടതി 50,000 രൂപ പിഴ വിധിച്ചു എന്ന് രാഹുൽ പറയുമ്പോൾ തനിക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണെന്നും താൻ അതിൽ നിന്ന് കണ്ടതാണെന്നും പറഞ്ഞാണ് യുക്തിവാദി ഉത്തരം മുട്ടിയപ്പോൾ പറയുന്നത്. എന്നാൽ വാട്സാപ്പിൽ വരുന്നവ എടുത്ത് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കരുത് എന്നായിരുന്നു രാഹുൽ ഈശ്വറിന്റെ പ്രസ്താവന. രാഹുൽ ഈശ്വറിന്റെ ആ മറുപടിക്ക് മികച്ച കയ്യടിയും കിട്ടിയിരുന്നു. നുണകൾ കൊണ്ട് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇത്തരം ആളുകൾ സാധാരണ ജനങ്ങളെ പലതും പറഞ്ഞാണ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തൊപ്പി നിഹാദിന്റെ യൂട്യൂബ് ചാനൽ നിരോധിച്ച പോലെ വെറുപ്പുൽപ്പാദിപ്പിക്കുന്ന ആളുകൾക്കിടയിൽ പരസ്പര മതവിദ്വേഷം പടർത്തുന്ന ഇത്തരം ആളുകളുടെ യൂട്യൂബ് സംവിധാനങ്ങളും പൂട്ടിക്കെട്ടേണ്ടതുണ്ട് എന്ന ചർച്ചകൾ ഉയർന്നു വരേണ്ടതുണ്ട്. waytonikah.com, the exclusive Muslim matrimonial site.